ബിഗ് ബോസ് മലയാളം സീസൺ 7. ബോസണ്ണ വെളുത്തോ? ലാലേട്ടാ വെളുത്ത് കാണും അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? വെളുപ്പീരെ എവിടെ വരെയായി? നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്ത് പറയുന്നുണ്ട് ആര്യൻ അക്ബർ വെളുപ്പീരാണ് എന്നുള്ളത്. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ PR എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം നിഷ്പക്ഷമായി നോക്കുന്ന നിഷ്പക്ഷമായി കാണുന്ന ആൾക്കാരും എല്ലാവരും പറഞ്ഞു തുടങ്ങി ഇത് കറക്റ്റ് ഒരു വെളുപ്പീരാണ് എന്നുള്ളത്. എന്നുവെച്ചാൽ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. ബിഗ് ബോസിന്റെ വിചാരവും ലാലേട്ടന്റെ വിചാരവും ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിക്കാണും അല്ലേ? തോന്നിയവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ന് എന്തുവായിരുന്നു എപ്പിസോഡിൽ കാണിച്ചു കൂട്ടിയത്? എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, അതെല്ലാം കേട്ടിട്ട് തലയാട്ടുന്നു. ലാലേട്ടൻ അവിടെ ഷാനവാസ്, അനുമോള്, അനീഷ് ഇവരുടെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ആക്കുന്നു, ഒന്ന് പേടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ പറയുന്ന ആര്യനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയോ വെളിയിൽ കേൾക്കുന്നുണ്ട്. സത്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അനുമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടൊക്കെ ഇപ്പൊ വെളിയിലൊക്കെ റിവീലായിട്ട് വരുന്നുണ്ട്. ആര്യനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. എന്തായാലും നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് പറയാം. ചുമ്മാ ഒരു കാട്ടിക്കൂട്ടൽ. എന്താന്ന് വെച്ചാൽ അക്ബറിന്റെ നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. അക്ബറിന്റെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ബോസണ്ണന് ഇഷ്ടപ്പെടത്തില്ല. ആര്യന്റെ നെഗറ്റീവും പറയാൻ പറ്റത്തില്ല, നെവിന്റെ നെഗറ്റീവും പറയാൻ പറ്റത്തില്ല. ഇത് മൂന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ലാലേട്ടൻ എന്ത് ചെയ്തു? അനുമോളുടെ മേത്ത് എല്ലാം കൂടെ അങ്ങ് ചാരി. അതുപോലെ തന്നെ ആദിലയുടെ ദേഹത്തോട്ടും ചാരി. അതുപോലെ തന്നെ ഷാനവാസ്, അനീഷ് ഇവരെ കോർണർ ചെയ്തുകൊണ്ട് ഈ അക്ബറിനെ ആര്യനെ വെളുപ്പിക്കുക. ഇതാണ് എനിക്ക് തോന്നിയത്. ഈ ലാലേട്ടന് ഒരു നിലപാടില്ല. ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും തോന്നരുത്. എനിക്ക് ഇവരോട് നമ്മൾ ഈ ഷോ കണ്ടിട്ടും വീക്കെൻഡ് എപ്പിസോഡും കണ്ടിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. എനിക്ക് അതിൽ നിന്ന് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ലാലേട്ടൻ ഒരു നിലപാടില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെ ഇന്ന് നടന്നിട്ടുണ്ട്. പാവ ടാസ്കിൽ അക്ബറിന്റെ പാവ ആദില അടിച്ചു മാറ്റി. അനുമോള് ഈ പാനിന്റെ അകത്ത് ഇട്ടിരുന്നത് നെവിൻ എന്ത് ചെയ്തു? നെവിൻ അടിച്ചു മാറ്റി. ഇത് രണ്ടും നിങ്ങൾ കണ്ടതാണല്ലോ. നമ്മളെല്ലാവരും ലൈവിൽ കണ്ടതാണ്. ലൈവിൽ കണ്ടവർക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റും എന്താണ് സംഭവിച്ചെന്നുള്ളത്. അത് ഞാൻ വഴിയേ പറയാം. അവിടെ ലാലേട്ടൻ പറഞ്ഞ് ധരിപ്പിക്കാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബറിന്റെ പാവ ആദില എടുത്തത് ഗെയിമല്ല, അത് മോശമായിപ്പോയി, അത് ശരിയായില്ല. നമ്മൾ ലാലേട്ടനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടുള്ളത് എന്താണ്? കയ്യും കാലും മുഖവും എല്ലാം അഭിനയിക്കും, അല്ലാതെ അഭിനേതാവാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം അഭിനയിച്ച് തകർക്കുകയായിരുന്നു. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ലാലേട്ടൻ കൊടുന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ ചുമ്മാ വന്നിട്ട് അവിടുന്ന് ഈ പറയുന്നതും കേട്ടിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ആദില അക്ബറിന്റെ ഭാവ എടുത്തത് വളരെ മോശമായി പോയി. പക്ഷേ നെവിൻ പാന്റിന്റെ അകത്ത് നിന്നിട്ട് ഈ പറയുന്ന അനുമോളുടെ പാവ എടുത്തത് അത് ഗെയിം. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, സമ്മതിക്കത്തില്ല ഇല്ലെങ്കിൽ. കേട്ടല്ലോ? ബിഗ് ബോസ് സമ്മതിക്കത്തില്ല, ലാലേട്ടന് സമ്മതിക്കത്തില്ല, നിങ്ങൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രണ്ടു പേർക്ക് രണ്ട് നിയമം. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ കുറച്ച് പേർക്ക് ഒരു നിയമം, വേറെ കുറച്ച് പേർക്ക് മറ്റൊരു നിയമം. എന്തുവാ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫ്ലോപ്പ് എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ലാലേട്ടൻ അവിടെ വന്ന് നിൽക്കുന്നു, എനിക്ക് ഇഷ്ടമില്ല, വേണമെങ്കിൽ ഈ പരിപാടി കണ്ടുപോകുന്നു, ആച്ചുകൊണ്ട് എങ്ങനെയും ഒന്ന് തീർത്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ വന്ന് അവിടെ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് വെളുപ്പീരും. ഈ വെളുപ്പീരൊക്കെ ഈ മലയാളികളോട് തന്നെ വേണോ ഇത് നോർത്ത് ഇന്ത്യ അല്ല. ഇത് നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിൽ നടക്കുന്ന ബിഗ് ബോസുകളൊന്നും അല്ല. ഈ വെളുപ്പിച്ചാൽ മനസ്സിലാകാതിരിക്കാൻ മലയാളികൾക്ക് നല്ല പൂർവ്വ ബുദ്ധിയാണ്. അവർക്ക് അവിടെ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, കാള വാല് പൊക്കുമ്പോഴേ അറിയാന്നുള്ളത്. അതെന്തായാലും നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ ഒരുമാതിരിപ്പെട്ട ഒരാളെ മാത്രം കോർണർ ചെയ്ത് ഇപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം അനുമോൾക്ക് PR ഉണ്ട്, അവിടെയുള്ളവർക്കെല്ലാം PR ഉണ്ട്. PR പീക്ക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവര് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അത് ഇത്രേ ഉള്ളൂ. ആ അക്കൗണ്ടൊക്കെ എടുത്ത് നമ്മളെ ഈ കമന്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ അക്കൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ടിലോട്ടൊന്ന് ബുക്ക് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഒറിജിനൽ അക്കൗണ്ട് ആണോ അതോ ഇത് PR അക്കൗണ്ട് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈസിയാണ്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. പക്ഷെ തലമുറയുള്ള മലയാളികൾക്കെല്ലാം മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നത്, ആരെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നോർത്ത് ഇന്ത്യ ഒന്നും അല്ല. ലാലേട്ടൻ കൂടി ഇതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ലാലേട്ടനെ പറയാൻ കാര്യം നമ്മളെല്ലാവരും പറയും ലാലേട്ടൻ അവിടെ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന പോലെ, അല്ലെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ലാലേട്ടൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത്, അല്ലാതെ ലാലേട്ടന്റെ അഭിപ്രായം ഒന്നും അല്ല പറയുന്നതെന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഷാറൂഖ് ഖാനെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞിരുന്നു ഒരു പാൻ മസാലയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
200 കോടിയോ 300 കോടിയോ എങ്ങാണ്ട് വാങ്ങിച്ചിട്ട് പാൻ മസാലയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നു. ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? 870 കോടി രൂപ എങ്ങാണ്ട് പുള്ളിക്ക് പലിശ ഇനത്തിൽ തന്നെ ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പണിക്ക് നിൽക്കണോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഈ കോടികൾ തരാമെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് വിട്ടേക്കുക. നമ്മളെ ചോദ്യം ചെയ്യപ്പെടും. ലാലേട്ടൻ ചോദ്യം ചെയ്യപ്പെടുന്നതിന് അപ്പുറം ഒന്നും അല്ലല്ലോ. അപ്പൊ എന്തായാലും ലാലേട്ടന്റെ വെളുപ്പിക്കൽ കൃത്യമായിട്ട് അവിടെ നടന്നു. അക്ബറിനെ നല്ല രീതിയിൽ ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ആര്യൻ മോനെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. ആര്യൻ മോന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇനി അക്ബർ മോനെ അങ്ങ് വെളുപ്പിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ നല്ല വൈറ്റ് വാഷ് ചെയ്ത് നല്ല വെളുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് വെളുക്കുന്നില്ല. അതല്ലേ ഈ പ്രശ്നം. എന്ന് വെച്ചാൽ വെളിയിരിക്കുന്നവരൊന്നും മണ്ടന്മാരല്ലല്ലോ. ആ കോടതി ടാസ്ക് നിങ്ങൾ കണ്ടായിരുന്നു. ആ കോടതി ടാസ്ക് കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? അക്ബറിന്റെ പാവ അടിച്ചു മാറ്റിയത് ആര്? ഇത് അക്ബറിനോട് തന്നെ ആദില പറഞ്ഞ് ജനങ്ങൾ മൊത്തം അറിഞ്ഞ കാര്യമാണ്. ഞാനാണ് അടിച്ചു മാറ്റിയത്, ഇത്രയും പാവ ഞാൻ അടിച്ചു മാറ്റിയെന്ന് പറയുന്നു. അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി 2 പാവയെ ഉള്ളായിരുന്നു, 2 പാവയെ ഞാൻ അടിച്ചു മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 10ഉം 20ഉം പാവ ഉണ്ടായിരുന്നെന്ന് അവിടെ അക്ബർ പറയുന്നു. എന്നിട്ട് നെവിനെ വിളിച്ചുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നെവിൻ പറയുന്നു, ആ പാവയൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ അവസാനം നെവിൻ പറഞ്ഞു 2 പാവയിൽ അവിടെ നിന്നു. അപ്പൊ 4 പാവയായി, ബാക്കി 6 പാവ ഇവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പൊ ഇതിനൊന്നും ഒരു ഉത്തരവൊന്നും ഇല്ല. ചുമ്മാ ഒരു കോടതി ടാസ്ക് കൊണ്ടുവന്നു, ഒന്ന് ഒരു എപ്പിസോഡ് എങ്ങനെയും തള്ളി നീക്കണം എന്നുള്ള രീതിയിൽ എങ്ങാണ്ട് കൊണ്ടുവന്ന് എന്തൊക്കെയോ പ്രഹസനം കാണിച്ചിട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അവിടെ വന്നിട്ട് ഒരു കാർഡ് കാണാനുണ്ട്, ഇവിടുന്ന് ഒരു കാർഡ് കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇവിടുന്ന് കാർഡ് കാണാനുണ്ട്, ഇനിയും ഒരു കാർഡ് കിട്ടാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുമോള് പറയുന്നു, അപ്പോഴും അനുമോള് ചോദിക്കുക, അറിഞ്ഞിരുന്നു അനുമോളെ? അപ്പൊ അനുമോള് പറഞ്ഞു, അറിഞ്ഞിരുന്നു, ബിഗ് ബോസ് ആരോ ഇവിടെ കണ്ട് പറയുന്നത് കേട്ടു, ഞാൻ അങ്ങനെ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരെ എടുത്തേന്ന് അറിയാമോ? അപ്പൊ എന്തായാലും ശരിക്കുള്ള ഉത്തരവ് അവിടെ അനുമോള് പറഞ്ഞത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആരുടെയെങ്കിലും പേര് ലാലേട്ടൻ പറയിക്കും, എന്നിട്ട് അവര് വന്ന് അടുത്ത ആഴ്ച ഗുസ്തിക്ക് നിൽക്കണം. അപ്പൊ അനുമോളുടെ ദേഹത്തേക്ക് ആര് എന്ത് ചെയ്യാം. അപ്പൊ അനുമോളെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഈ പറയുന്ന ആളുടെ പേര് തെറ്റാണെങ്കിൽ തന്നെ ആ ആളുടെ പേര് തെറ്റിപ്പോയി. ആ ആള് പിന്നെ അനുമോൾക്കെതിരെ ആയിരിക്കുമല്ലോ അടുത്ത ആഴ്ച മൊത്തം ഗെയിം കളിക്കുന്നത്. എന്തായാലും അവിടെ ബുദ്ധിപൂർവ്വം അനുമോള് ബുദ്ധി ഉപയോഗിച്ചു എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല ലാലേട്ട ആരെടുത്താന്ന് പോലും എനിക്കറിയത്തില്ലെന്ന്. അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞതാണ് രസം. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാന്ന്. എന്നുവെച്ചാൽ ഇവർ ഉദ്ദേശിച്ചത് എന്താണ്? അനുമോളുടെ വായിന്ന് ഒരാളുടെ പേര് പറയിക്കണം, അനുമോളുമായിട്ടൊരു യുദ്ധം നടക്കണം. അനുമോളെ പിന്നെ തോന്നിയ മാസം എല്ലാം പറയുമ്പോൾ ബിബിക്ക് ഇവർക്കെല്ലാം ഇരുന്ന് ചിരിക്കണം, അടുത്ത ആഴ്ച വന്നിട്ട് അനുമോളെ എടുത്തിട്ട് കുടയണം. ഇതൊക്കെ അല്ലയോ? പക്ഷെ അത് നടന്നില്ല. അനുമോൾ അത് ബുദ്ധിപൂർവ്വം കളിച്ചങ്ങ് മാറ്റിയതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നെവിൻ, ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, നെവിനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഈ ആര്യനോടും നെവിനോടൊക്കെ അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നേ ഇല്ല. നെവിൻ ഒരു ദിവസം രാത്രി ആ ഫുഡിന്റെ വിഷയത്തിൽ അനുമോളെ എന്തൊക്കെയാണ് ചെയ്തത്? അനുമോളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നുപോയി ടച്ച് ചെയ്യാൻ പോകുന്നു. ടച്ച് ചെയ്തെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ടച്ച് ചെയ്യാൻ പോകുന്നു. ആ ഒരു ലേഡിയെ എങ്ങനെല്ലാം ഉപദ്രവിക്കാമോ അതെല്ലാം അങ്ങനെയെല്ലാം ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു ചോദ്യവും ചോദിച്ചില്ല. നെവിൻ വന്നിട്ട് അവിടെ കോടതി ടാസ്കില് ഞാൻ വേണമെങ്കിൽ എടുക്കും, ഞാൻ 20 എടുക്കും, 30 എടുക്കും, നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിച്ച് ഈ ചോദ്യം ചെയ്യുന്ന ലക്ഷ്മിയോട് പറയുമ്പോഴല്ലേ അതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ലാലേട്ട് നെവിൻ പറഞ്ഞു, ഞങ്ങളൊന്നും പറയത്തില്ല, നെവിൻ എന്ത് വേണേലും ഇവിടെ പറയാം, നെവിനെയും ആര്യനും അക്ബറിനും ഇവിടെ എന്തും സംസാരിക്കാം, ബാക്കിയുള്ളവര് വല്ലതും പറഞ്ഞാ ഞാൻ എടുത്തിട്ട് ഉടുക്കും. എന്നുവെച്ചാൽ അവിടെ വന്നൊരു ഡ്രാമ കളിയായിരുന്നു കളിച്ചത്. എങ്ങനെയാലും എപ്പിസോഡ് മുന്നോട്ട് പോകണം. എപ്പിസോഡിൽ നിന്നൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ വരുന്നത് എന്തൊക്കെയോ ഒഴുക്കോ രീതിയിൽ ചോദിച്ചു, അവിടെ നിർത്തി പോന്നു. ലാലേട്ടനും വന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് എങ്ങാണ്ട് വന്നാന്ന് തോന്നുന്നു, പെട്ടെന്ന് വന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. എന്തായാലും ലാലേട്ടൻ മാക്സിമം അവിടെ അക്ബറിനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആര്യനെ ബൂസ്റ്റ് ചെയ്യാനും നെവിൻ ചെയ്യുന്നതിനെല്ലാം ഒത്താശ പാടാനും വന്നതായിട്ട് എനിക്ക് തോന്നി. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ അനുമോള് സാരി ഉടുത്തിക്കൊണ്ട് വന്ന് ടാസ്ക് കളിക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ എന്താണ് സാരി ഉടുത്തിക്കൊണ്ട് വന്ന് ടാസ്ക് കളിച്ചതെന്ന് പറഞ്ഞാൽ അക്ബർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് ലാലേട്ട സാരി ഉടുത്തിക്കൊണ്ട് വന്നാലല്ലേ സാരി പിടിച്ച് ഊരി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഒക്കെ അടിക്കാൻ പറ്റൂ എന്നുള്ളത്. കണ്ടസ്റ്റന്റ് ഒക്കെ സാരി പിടിച്ച് ഊരിയല്ലോ എന്ന് പറയാമല്ലോ. എന്നിട്ട് ലാലേട്ടനാണെങ്കിൽ അത് കേട്ടിട്ടിരുന്നൊരു ചിരിയും. അതിന് മറുപടി ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ സാരി അങ്ങ് പിടിച്ച് വലിക്കും എന്ന് പറഞ്ഞു വരുത്താമല്ലോ. എന്ന് വെച്ചാൽ അനുമോള് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുത്തുന്നത്. അനുമോള് പറയുന്ന എല്ലാം കറക്റ്റ് ഒന്നും അല്ല, അനുമോള് കൂടുതലും വിക്ടിം കാർഡ് ഇറക്കുവാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒത്താശ പാടാൻ ഇവിടെ ഒരു എപ്പിസോഡ്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുമോള് പറയുന്നു അനുമോളെ ടച്ച് ചെയ്തത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്. എന്നെയോ നിങ്ങളെയോ ആരെയോ ഒന്നുമല്ല ടച്ച് ചെയ്തിരിക്കുന്നത്. ആ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്തതൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു ലേഡി അവർക്കത്
കംഫോർട്ട് അല്ല, ആ ഒരാൾ എന്നോട് പെരുമാറിയത് നല്ല രീതിയിലല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തോന്നിയത് തന്നെയാണ്. നെവിൻ അവിടെ പറയുന്നത് കേട്ടു, ഇവിടെ ജെൻഡർ ഒന്നും ഇല്ല, ഇവിടെ ലേഡീസ് ജെൻസ് എന്ന് പറഞ്ഞ് ഗെയിം കളിക്കുന്നതിൽ ഗെയിം ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ചാറ്റ് ജി പി ടിയിലോട്ട് കയറണം. ചാറ്റ് ജി പി ടിയിൽ കയറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഗൂഗിളിലോ എവിടെയെങ്കിലും കയറി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കൂടുതൽ ഞാൻ പറഞ്ഞ എളുപ്പ വഴിയാ പറഞ്ഞത്. ചാറ്റ് ജി പി ടി കയറിയിട്ട് ബിഗ് ബോസ് എന്ന് ഇങ്ങനെ റിയാലിറ്റി ഷോകളിൽ ലേഡീസിനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ബാഡ് ടച്ച് ചെയ്യുന്നത് കംപ്ലൈന്റ് ചെയ്താൽ എന്താണ് നടക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്ത ഒരു കോളം തന്നെയുണ്ട്. ബിഗ് ബോസ് അതിന് ഓരോ നിയമങ്ങളും പറയുന്നുണ്ട്. ബിഗ് ബോസിനും ഒക്കെ ഇത് തന്നെ ബാധകമാണ്. അവിടെ ജെൻഡർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജെൻഡർ ഒക്കെ ഉണ്ട്. ഒരു പെണ്ണിനെ തൊടുന്നത് ഒരു പെണ്ണിന് ഒരാൾ നമ്മളെ തൊടുന്നത് കംഫർട്ട് അല്ലെന്ന് തോന്നിയാൽ അത് തോന്നിയത് തന്നെയാണ്. പിന്നെ അത് റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞ് എന്ത് തട്ടിത്തരവും ഒരു പെണ്ണിനോട് കാണിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇന്ത്യക്ക് ഒരു നിയമമുണ്ട്. ഇന്ത്യൻ നിയമത്തിന്റെ അകത്തെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ നടക്കത്തുള്ളൂ. ഞാനിപ്പം നെവിൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ലാലേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഓരോരുത്തർക്ക്. അപ്പം ഒരാൾ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇവര് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുന്നതാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടുന്ന് എവിക്റ്റ് ആയി പോകുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച്, ഗെയിം നല്ല കളിക്കുന്ന ആൾക്കാരൊക്കെ എവിക്റ്റ് ആയി പോകുന്നു, അല്ലാത്തവരൊക്കെ അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാലേട്ടൻ വന്ന് അവിടെ അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞങ്ങൾക്ക് ഇത് പറയാനല്ലേ പറ്റൂ, നിങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ച് ഇനി മുന്നോട്ട് ആരൊക്കെ നല്ല കളിക്കുന്നോ അവർക്കെല്ലാം നിങ്ങൾ വോട്ട് ചെയ്തു തുടങ്ങൂ, അല്ലാതെ നിങ്ങൾ ഒരാളെ മാത്രം ഇങ്ങനെ വോട്ട് ചെയ്യാതിരിക്കൂ. വേറൊന്നുമല്ല, നിങ്ങൾ അക്ബറിന് വോട്ട് ചെയ്യൂ, നിങ്ങൾ ആര്യന് വോട്ട് ചെയ്യൂ, ഞങ്ങൾ വെളുപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങൾ എന്താണ് ഈ വോട്ട് ചെയ്യാതിരിക്കുന്നത്? അവർക്ക് വോട്ട് ചെയ്യൂ, അവരെ വിജയിപ്പിക്കൂ. കപ്പെടുത്ത് ഇപ്പൊ തന്നെ അക്ബറിന്റെ കൈ കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ടോപ്പ് 2 ഈ പറയുന്നത് പോലെ ആര്യനെയും കൂടെ കൊണ്ടുവരാൻ ഞങ്ങൾ റെഡിയാ. പക്ഷെ നിങ്ങൾ ആ വോട്ട് കൃത്യമായിട്ട് ചെയ്യണം. ഞാനാണ് പറയുന്നത്, ലാലേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ കൃത്യമായി എന്ത് കറക്റ്റായിട്ടാ പറയുന്നത് ലാലേട്ടൻ ഇവിടെ കാണിക്കുന്നതെല്ലാം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കപ്പ് ഈ പറയുന്ന ഷാനവാസിനോ അനീഷിനോ അനുമോൾക്കോ കൊടുക്കാൻ ബി ടീമിനോ ഇവർക്കൊന്നും ഒരു താല്പര്യവും ഇല്ല. ഇവർക്ക് ആര്യൻ, അക്ബർ, നെവിൻ ഇവർക്കെടുത്ത്, അല്ലെങ്കിൽ ആദില നൂറ ഇവർക്കെടുത്ത് കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ 3 പേർക്ക് ഞങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ ഇനി കളിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ, നിങ്ങൾ ഇത് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് എനിക്ക് പറയാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ. ശരിയാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഈ വോട്ടിങ്ങിൽ കൂടി ഇവർക്ക് കളിക്കാൻ പറ്റുമായിരുന്നേ ഉണ്ടല്ലോ, ഇവര് ഉറപ്പായിട്ടും നേരത്തെ ഈ പറയുന്ന പലരെയും പുറത്താക്കിയേനെ. ഇവിടെ പി ആർ കളിക്കുന്ന ആരാ? എല്ലാവർക്കും പി ആർ ഇല്ല. അനുമോൾക്ക് പി ആർ ഉണ്ട്, അനീഷിന് പി ആർ ഉണ്ട്, മറ്റവർക്കും പി ആർ ഉണ്ട്, എല്ലാവർക്കും പി ആർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും പി ആർ ഇരുന്നോട്ടെ. ഇപ്പൊ മെയിൻ ആയിട്ട് അക്ബറിന്റെ ആര്യന്റെയും പി ആർ ആരാ? ഈ ബിഗ് ബോസ് തന്നെയാണ്. ഈ ലാലേട്ടനും കൂടെ പി ആറിന്റെ ഒരു ഭാഗമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അവർക്ക് വേണ്ടി പി ആർ ചെയ്തിട്ട് പോകുന്നു. ഇത്രയും ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ നിങ്ങൾ എടുത്ത് പ്രത്യേകം നോക്കിക്കോ. ലാലേട്ടനെയും കൊണ്ട് ബിഗ് ബോസ് പി ആർ ചെയ്യിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. പിന്നീട് ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒന്നുമില്ല. പിന്നെ ഒരു ഗെയിം പോലെ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഒരു കരസിൽ കാർഡ്, ആ കാർഡ്, ഈ കാർഡ് എന്നൊക്കെ പറഞ്ഞ് ഒട്ടിക്കണം. ഇതൊക്കെ മിക്ക സീസണിലും നമ്മൾ കാണുന്നതാണ്. അവിടെ ഒട്ടിച്ചു, എല്ലാരും പോയി, അത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. അങ്ങനെ ഒരു തട്ടിമുട്ട് എപ്പിസോഡ്. പക്ഷെ ആ തട്ടിമുട്ടിന് ഇടയിൽ കൂടി ഈ അക്ബറിനെ ആര്യനെ ഒന്ന് വെളുപ്പിക്കണം. അതിനകത്ത് അക്ബറിനെ കൂടുതൽ വെളുപ്പിക്കണം, അതിനുള്ള ശ്രമം. പക്ഷെ വെളുക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനൊന്നും പോയാൽ വെളുക്കത്തൊന്നുമില്ല, ചുമ്മാ വെളുപ്പിക്കാൻ നോക്കാമെന്നേ ഉള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഈ വോട്ടിങ്ങില് ഇവർക്ക് കളിക്കാൻ പറ്റുമായിരുന്നു, ഇവർ കളിക്കുമായിരുന്നു എന്ന് പറയാൻ കാര്യം, അത് ഈ ഹോട്ട്സ്റ്റാറിന്റെ തന്നെ മെയിൻ ആൾക്കാരാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനത്തെ നോക്കുന്നത്. എന്നുവെച്ചാൽ ഇവർക്ക് ഡയറക്ടർക്കോ ബാക്കിയുള്ളവർക്കോ ഒന്നും ഇതിനകത്ത് കൈ കടത്താൻ പറ്റത്തില്ല. അവരാണ് ആ വോട്ടിംഗ് നോക്കി സീലടിച്ച പേപ്പർ കൈ കൊടുക്കുന്നത്. അത് എപ്പിസോഡിന് എങ്ങാണ്ട് എത്ര മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമേ അറിയിക്കത്തുള്ളൂ. ആ വീഡിയോ ഉണ്ടാക്കാനുള്ള സമയം മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ എവിക്ഷൻ നോക്കുന്നത് പ്രത്യേക ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ മെയിൻ ആള് ഒപ്പിട്ടാൽ മാത്രം, ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ അവിടെ എവിക്ഷൻ നടക്കത്തുള്ളൂ. അല്ലാതെ ഡയറക്ടർ ഇവരൊന്നും പറഞ്ഞ പോലെ നടക്കത്തില്ല. എന്ന് വെച്ചാൽ മെയിൻ ഇടത്തു നിന്നാണ് അവിടെ ആൾക്കാർ വന്നേക്കുന്നത്. ഇതിപ്പോ ഏഷ്യാനെറ്റിലെ ഡയറക്ടറും മറ്റേവരും ഇപ്പൊ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സൂപ്പർ സ്റ്റാറോ ഒക്കെ ആണല്ലോ. പക്ഷെ അവിടെ അങ്ങനൊന്നുമല്ല. അവിടെ ആ കേന്ദ്രത്തിൽ നിന്ന്, ഹോട്ട്സ്റ്റാറിന്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ആള് നേരിട്ട് തന്നെയാണ്, അവരാണ് ഇത് വോട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനത്തെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവര് വോട്ട് ചെയ്യൂ, ആര്യന് വോട്ട് ചെയ്യൂ, അക്ബറിന് വോട്ട് ചെയ്യൂ, ഞങ്ങളാണെങ്കിൽ വെളുപ്പിച്ചു തരാം, നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് എല്ലാ എപ്പിസോഡിലും കടന്ന ഇവര് തന്നെ ഇങ്ങനെ കിടന്ന് കരയുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ വോട്ട് അങ്ങോട്ട് കയറുന്നില്ല, ഇവന്മാരൊട്ട് വെളുക്കുന്നുമില്ല. ഇതാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് അനീഷ്, ഷാനവാസ്, അനുമോള്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയുള്ള ടാസ്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടോപ്പ് 5 നേരിട്ട് തന്നെ ആര്യനെ കയറ്റിവിടും. അല്ലെങ്കിൽ ആര്യനെ കയറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. ബോസണ്ണന്റെ ഇഷ്ട ആൾക്കാരാണല്ലോ. അതുപോലെ തന്നെ അക്ബറിന് ടോപ്പ് 5
ഒരു സെക്കൻഡ് വന്നിരുന്നെങ്കിൽ, ഫസ്റ്റ് നിൽക്കുന്ന ആര്യനാണല്ലോ, പക്ഷെ ആ ടാസ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വന്നത് ഈ പറയുന്ന അക്ബർ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവർ രണ്ടുപേർക്കും എന്തെങ്കിലും പ്രത്യേക ഇത് പരിഗണന കൊടുത്തേനെ. പക്ഷെ അത് നടക്കാത്തതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ അക്ബറിനെയും ആര്യനെയും എങ്ങനെയും ടോപ്പ് 5 കൊണ്ടുവരണമെന്ന് ഇവർക്ക് നല്ലപോലെ ഇവർ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. അതിനുവേണ്ടി മാക്സിമം ആരെയൊക്കെ നെഗറ്റീവ് ആക്കാമോ അവരെല്ലാം ഇവർ നെഗറ്റീവ് ആക്കും. അതുപോലെ തന്നെ ഷാനവാസിനെയും അക്ബറിനെയും അനുമോളെ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രേക്ഷകരും ഇവരുടെ കള്ളത്തരത്തിൽ വീഴരുത്. നിങ്ങൾ ഗെയിം കണ്ടോ, നിങ്ങൾ ഗെയിം കണ്ടിട്ട് നിങ്ങൾ വോട്ട് ചെയ്തോളൂ. നമ്മളും അത് തന്നെ പറയുന്നുള്ളൂ, നിങ്ങൾ ഗെയിം കണ്ടിട്ട് വോട്ട് ചെയ്തോളൂ. പക്ഷേ ഈ ബിഗ് ബോസ് അണ്ണന്റെ കളികളിൽ നമ്മൾ വീഴാതിരിക്കുക. ബോസ് അണ്ണൻ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ പോസിറ്റീവായിരിക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് ആക്കിക്കൊണ്ടൊക്കെ ഉള്ള ഗെയിം ആയിരിക്കും ഇനി കൊടുക്കുന്നത്. ആര്യനും അക്ബറിനും നെവിനും ഒക്കെ പറ്റുന്ന ഗെയിമുകളെ ഇനി കൊടുക്കത്തുള്ളൂ. നെവിനൊക്കെ അവിടെ കാണിച്ച ഒരാഴ്ച അവിടെ കാണിച്ചത് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിച്ചോ? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നട്ടലിന്റെ വല്ല പ്രശ്നമാണോ എന്നും എനിക്കറിയത്തില്ല. ഇനി ബോസ് അണ്ണന് നെവിനെ പേടിയാണോ എന്നും അറിയത്തില്ല. നെവിൻ അവിടെ കിടന്ന് എന്തൊക്കെയെല്ലാമോ പറയുന്നു, അതെല്ലാം യേസ് വെച്ചിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നു. അതുപോലെ തന്നെ അക്ബർ, അനീഷിനെ കുറ്റം പറയാനായിട്ട് മാത്രം എഴുന്നേക്കുന്ന അക്ബർ ബീൻ ബാഗിൽ നിന്ന് എഴുന്നേക്കും. ആരെങ്കിലും അവിടെ വഴക്ക് വല്ലതും ഉണ്ടാക്കുവാണെങ്കിൽ ആ ബീൻ ബാഗിൽ നിന്ന് ഒന്ന് പൊങ്ങിയിട്ട് ആ വഴക്കിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് പോയി ബീൻ ബാഗിൽ തന്നെ ഇരിക്കുന്ന അക്ബർ. ആര്യൻ തൊടുക പിടിക്കുക, പെണ്ണുങ്ങളെ തൊടുക പിടിക്കുക, പെണ്ണുങ്ങളെ തൊടുക പെണ്ണുങ്ങളെ തൊടുക. അതുപോലെ തന്നെ നെവിനും ഈ സ്വഭാവമുണ്ട്, ഈ ടച്ചിങ്ങിന്റെ സ്വഭാവം. ഇതൊന്നും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നത് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്നത്തെ എപ്പിസോഡ് വെറും ഫ്ലോപ്പ് എപ്പിസോഡായിരുന്നു. എന്തൊക്കെയോ വന്ന് പറഞ്ഞു, എന്തൊക്കെയോ അങ്ങ് പോയി. അതുകൊണ്ട് നമുക്കും ഇതൊക്കെ ഉള്ളു പറയാൻ. അവിടെ എന്തുവാ നടന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 5 പ്രാവശ്യം ആ എപ്പിസോഡ് കാണണം. എന്ന് വെച്ചാൽ ഒരു ഒഴുക്കൻ എപ്പിസോഡ് അവിടെ ഇവിടെയും തൊടാതെ മുക്കും മൂലയും ഒക്കെ പറഞ്ഞ് തട്ടി തട്ടി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പാത്രം എടുത്ത് കൊട്ടിയിട്ടേ അതൊരു ഭയങ്കര പ്രോസസ്സാണ്, അതുകൊണ്ട് ബാക്ടീരിയ ഒക്കെ അതിനകത്ത് അടിച്ചു പോകും എന്ന് പറഞ്ഞതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഒരു വാൽകഷ്ണമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ബാക്കി നിങ്ങൾ ഊഹിച്ചു. വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ചൊക്കെ വോട്ട് ചെയ്യുക. ഇനിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരെയും വെളുപ്പിക്കാൻ ശ്രമിക്കും. ആ വെളുപ്പീരിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക്